തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറി അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന നിർദ്ദേശവുമായി വീണ്ടും ധനവകുപ്പ്. മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി എം.വി. ഗോവിന്ദൻ എതിർപ്പ് അറിയിച്ച തീരുമാനമാണ് വീണ്ടും നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള ധനവകുപ്പിന്റെ കുറുക്കുവഴിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വാണിജ്യ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന തനത് ഫണ്ട് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് 2021-ലും 2022-ലും ധനവകുപ്പ് സർക്കുലർ ഇറക്കിയിരുന്നു. അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി എം.വി. ഗോവിന്ദൻ ഇതിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. സർക്കുലർ നടപ്പാക്കാൻ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറായില്ല. ഇതോടെയാണ് മൂന്നാം വട്ടവും സർക്കുലർ ഇറക്കിയത്. തദ്ദേശ സ്ഥാപനങ്ങൾ സ്വയം ആർജിച്ചെടുക്കുന്ന വരുമാനം എവിടെ നിക്ഷേപിക്കണമെന്നുള്ള കാര്യത്തിൽ പോലും സർക്കാർ ഇടപെടുന്ന സമയത്ത് സ്വയംഭരണ സ്ഥാപനം എന്നുള്ള തലത്തിൽ നിന്ന് മാറുന്ന ഒരു വലിയ പ്രതിസന്ധി ഇവിടെ രൂപപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും ട്രഷറിയിലേക്ക് ഫണ്ട് മാറുന്നതോടുകൂടി പിന്നെ പൂർണ്ണമായി സർക്കാർ നിയന്ത്രണം വരാൻ പോവുകയാണ് ആ ഫണ്ടിന്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഫണ്ട് ചെലവഴിക്കുന്നതിന് സർക്കാർ നിയന്ത്രണം വരികയും സർക്കാർ ഈ തുക മറ്റു പല ആവശ്യങ്ങൾക്കും വകമാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ട്രഷറി നിയന്ത്രണങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ട്രഷറി അക്കൗണ്ടുകൾക്ക് ബാധകമല്ലെന്നാണ് ധനവകുപ്പ് നൽകുന്ന വിശദീകരണം. കെട്ടിട തൊഴിൽ നികുതിയും കെട്ടിട വാടകയുമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന തനത് ഫണ്ട്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.